കെഎസ്ആർടിസിയിൽ ശമ്പളം മുടങ്ങി 4000-ഓളം താൽക്കാലിക ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത്. കണ്ടക്ടർമാർ, ഡ്രൈവർമാർ, മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്നിവർക്ക് ഒരു മാസമായി ശമ്പളമില്ല. സനിറ്റ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. സനിറ്റ, സ്വാഭാവികമായും ഈ ഒരു സംഭവത്തിൽ പ്രിയദർശിനി പദ്ധതിയുടെ സ്വാധീനമാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുക. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണമുണ്ട്? സോന, തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസമായിട്ടും ഇത്തരത്തിൽ KSRTCയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം അതിന് മുന്നേ ഉള്ള മാസങ്ങൾ ഉൾപ്പെടെ മാസം 15-ാം തീയതി മുന്നേ ആയിട്ട് ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇവർ പരാതിപ്പെടുന്നത് ഒരു മാസം, അതായത് ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ അടുത്ത മാസം തങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇവർ ഉയർത്തുന്നത്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, ടെക്നിക്കൽ വർക്കേഴ്സ് ഇവർക്കാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുള്ളത്. ഇവർ 4000-ഓളം, നേരത്തെ സോന സൂചിപ്പിച്ചതുപോലെ തന്നെ 4000-ഓളം പേർക്കാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള സ്ഥിരം ജീവനക്കാർക്ക് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ളത് മുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ സാഹചര്യത്തിൽ മന്ത്രി തന്നെ ഇത്തരത്തിൽ അറിയിച്ച ഒരു കാര്യം തന്നെ, വ്യക്തത വരുത്തിയ കാര്യം തന്നെയാണ്, ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. എന്നാൽ നിലവിൽ ഉയർന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഈ സാമ്പത്തിക പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയാണോ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഈ ആശങ്ക തന്നെയാണ് ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരും പങ്കുവെക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4000-ഓളം ജീവനക്കാർക്ക്, താൽക്കാലിക ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, സ്ഥിരം ജീവനക്കാർക്ക് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ളവ ലഭിച്ചിട്ടില്ല. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് ജീവനക്കാർ. സോന, ശരി, കെഎസ്ആർടിസിയിലെ താൽക്കാലിക ജീവനക്കാരുടെയാണ് ശമ്പളം മുടങ്ങിയെന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. സനിറ്റയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.